Welcome to JGRA Diaries. Hello everyone, welcome to our channel. അങ്ങനെ ഞങ്ങൾ 4 ഫ്രണ്ട്സും കൂടെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഔട്ടിങ്ങിന് ഞങ്ങൾ തീരുമാനിച്ച് സമയം കണ്ടെത്തി ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങൾ ബ്ലൂ വാട്ടർ ഐലൻഡ്സിലേക്കാണ് ഹെഡ് ചെയ്യുന്നത്. ബ്ലൂ വാട്ടർ ഐലൻഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ആർക്കും പറഞ്ഞു തരണ്ട എന്നറിയാം. ഇപ്പോൾ തന്നെ 2018 ഓപ്പണായ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ആയതുകൊണ്ട് UAE മിക്ക ആൾക്കാരും അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ 4 പേരോട് ഒന്നിച്ച് ഒരു ഔട്ടിങ് ഞങ്ങൾ ഇവിടോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പ്ലേസ് ചൂസ് ചെയ്തത്. ആൻഡ് ക്ലൈമറ്റ് നവംബറൊക്കെ ആയതുകൊണ്ട് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ടൈം ദാറ്റ് വി കുഡ് വിസിറ്റ്. ബ്ലൂ വാട്ടേഴ്സ് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഒക്കെ അറിയാം, ഇവിടെ പാർക്കിങ്ങിന് നല്ല സൗകര്യമാണ്. പിന്നെ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ പോലും എവറിത്തിങ് ഈസ് മാർക്ക്ഡ് ആൻഡ് ലേബിൾഡ് വിത്ത് ഡയറക്ഷൻസ്. സോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് പോകണമെന്നുള്ളത്. പിന്നെ അവിടെ ഒരു നല്ല സ്ട്രെച്ച് ഓഫ് ബോർഡ് വാക്ക് ഉണ്ട്. അപ്പോൾ അത് വാട്ടറിലോട്ട് ഫേസ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം നടന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് 4 പേരോട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്നിച്ച് കൂടുന്നത് കൊണ്ട് അൺവൈൻഡ് ചെയ്യാനും ചിറ്റ് ചാറ്റ് ചെയ്യാനും ഞങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ കുറേ ടൈം ലഭിച്ചു. താഴത്തെ ലെവല് കുറേ നേരം എക്സ്പ്ലോറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അപ്പർ ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്തു. അവിടെയും അവിടെ ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഉണ്ട് വിച്ച് കണക്ട്സ് ടു ദ മെറീന സൈഡ്. അവിടെ സൈക്കിൾ പാത്സും ഉണ്ട്, നമുക്ക് നടന്നും പോകാം, സൈക്കിൾ യൂസ് ചെയ്തും അങ്ങോട്ട് ക്രോസ് ഓവർ ചെയ്യാം. അവിടെ അതിൻ്റെ നടുക്കാവുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് നമുക്ക് വെള്ളത്തിലേക്ക് നോക്കി ടൈം ആസ്വദിക്കാൻ ഒരു പ്ലേസ് ഉണ്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ഏരിയയിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. നമുക്ക് ബ്ലൂ വാട്ടേഴ്സിൻ്റെ ഫുൾ ഒരു വ്യൂവും അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള സ്ട്രക്ചറാണല്ലോ ഐൻ ദുബായ്. അതൊരു ഒബ്സർവേറ്ററി വീലാണ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് വൺ ഇൻ ദ വേൾഡ്. ആസ് ഓഫ് നൗ അത് ഓപ്പറേഷണൽ അല്ല, പക്ഷേ അതിൻ്റെ വ്യൂ നമുക്ക് ബ്ലൂ വാട്ടേഴ്സിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് കിട്ടും. പിന്നെ അവിടെ ഒത്തിരിയും റീറ്റെയിൽ ഷോപ്സും ഉണ്ട്, ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് നമുക്ക് ഫുഡിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ടീലീഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾ ട്രൈ ചെയ്തു. ഉച്ച സമയത്താണ് ഞങ്ങൾ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടി അവിടുത്തെ ടീ ട്രൈ ചെയ്തു. Tapioca pearls ഇട്ടിട്ടുള്ള teas are very common now. Boba pearls ഇട്ടത്. So we tried passion fruit flavor and another flavor. It was really good. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അവിടുന്ന് ഞങ്ങൾ ദ വോർഫ് എന്ന് പറഞ്ഞ ആ ഏരിയയിലോട്ടൊന്ന് മൂവ് ഓൺ ചെയ്ത് അവിടെയാണ് മാഡം ടുസാദ്സും ഉള്ളത്. ഇല്യൂഷൻ സിറ്റി എന്നും പറഞ്ഞ് 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. മാഡം ടുസാദ്സ് ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് വി വർ ഓൾറെഡി ടയേർഡ് വാക്കിംഗ് അറൗണ്ട്. അതുകൊണ്ട് വി ഹാവ് കെപ്റ്റ് ഇറ്റ് ഫോർ അനദർ ഡേ. ഹോപ്പ്ഫുള്ളി വിൽ കം ബാക്ക് ആൻഡ് വിസിറ്റ് മാഡം ടുസാദ്സ്. പിന്നെ ഇല്യൂഷൻ സിറ്റിയാണ് വേറൊരു അട്രാക്ഷൻ അവിടെ ഉള്ളത്. ദാറ്റ് ഓൾസോ ഈസ് സംതിങ് ദാറ്റ് വി നീഡ് ടു ചെക്ക് ഔട്ട്, മൈറ്റ് ബി ലേറ്റർ. നടന്ന് ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. 1 hourന് 20 dirhams ആണ് അവിടെ. സോ 2 hours we had spent over there. So that's bye bye from JGRA Diary. See you in the next video.